ഒരു അനുഭവ സാക്ഷ്യം പറയുവാനാണ് ഈ സമയം വിനിയോഗിക്കുന്നത്. നമ്മുടെ ചുറ്റും ലക്ഷക്കണക്കിന് തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട കുട്ടികളുണ്ട്. അച്ഛനില്ലാത്തവരും അമ്മയില്ലാത്തവരും ആർക്കും വേണ്ടാത്തവരും ആരുപോലും ഇല്ലാത്തവരും. അവരെ എല്ലാവരെയും തെരഞ്ഞുപിടിച്ച് രക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു ശ്രമകരമായ കാര്യമാണ്. അതത്ര എളുപ്പമൊന്നുമല്ല. പക്ഷെങ്കിൽ അത് ചെയ്യുവാൻ ഒരു സമർപ്പിത മനസ്സുള്ളവർക്ക് മാത്രമേ അത് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. എൻ്റെ യൗവനകാലത്ത് ബോംബെയിൽ ജീവിച്ചുകൊണ്ടിരുന്ന കാലത്ത് എനിക്ക് ചെയ്യുവാൻ കഴിഞ്ഞതായ, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ദൈവം ചെയ്യിച്ചതായ ഒരു മഹത്തായ അനുഭവത്തിൻ്റെ ആ വാക്കുകൾ ഞാൻ എൻ്റെ ഭാഷയിൽ അതൊരിക്കൽ കുത്തിക്കുറിച്ച് വയ്ക്കുകയുണ്ടായി. അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. പണ്ടെപ്പോഴോ നനഞ്ഞ കണ്ണുകളോടുകൂടി കഴിഞ്ഞ കാലത്തെ ഓർമ്മയിൽ വന്നതായ ഒരു പുസ്തക രൂപത്തിൽ അതിനെ രൂപീകരിക്കണം എന്നൊക്കെ വിചാരിച്ച് എഴുതിയതാണ്. പക്ഷെങ്കിൽ അത് സാധിച്ചില്ല. പക്ഷെങ്കിൽ അത് ഈ സമയത്ത് നിങ്ങളുടെ മുൻപിൽ ഞാനത് വായിച്ചു തീർക്കുകയാണ്. മുംബൈയിലെ കട്ടിയുള്ള പൊടിയുടെയും ഡീസലിൻ്റെയും ദൂരെയുള്ള സുഗന്ധ വ്യഞ്ജനങ്ങളുടെയും ഗന്ധം എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. അന്നത്തെ യുവതലമുറയിലെ എൻ്റെ ട്രാൻസ്പോർട്ട് സപ്പോർട്ട് ജീവനം തിരക്കേറിയ മഹാനഗരത്തിലെ ജീവിതത്തിൻ്റെ വെല്ലുവിളികൾ നിറഞ്ഞ ഒഴുക്കിലൂടെയാണ് അന്ന് ഞാൻ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. എല്ലാ ദിവസവും ഹോണുകളുടെയും തിരക്കിട്ട കാൽവയ്പ്പുകളുടെയും താളനിബദ്ധമായ ശബ്ദങ്ങൾക്കിടയിൽ എൻ്റെ കണ്ണുകൾ ഒരു കാഴ്ചയിലേക്ക് അറിയാതെ നീളും. ഒരു 8-10 വയസ്സുള്ള ഒരു ചെറിയ കുട്ടി തെരുവോരങ്ങളിൽ അലയുന്നവരുടെ കൂട്ടത്തിൽ ഒരു പ്രേതത്തെ പോലെ, കൃത്യമായി ജോലികൾ ചെയ്യാത്തതിനോ എന്തോ ചെറിയ വരുമാനം ഉണ്ടാക്കാത്തതിനോ എന്തിനാണെന്നറിയത്തില്ല, ആ കുട്ടിക്ക് പതിവായി ക്രൂരമായ മർദ്ദനമേറ്റിരുന്നു. ആ കുട്ടിയുടെ ഭയം നിറഞ്ഞതും നിസ്സഹായത തുളുമ്പുന്നതുമായ കണ്ണുകൾ പലപ്പോഴും എൻ്റെ കണ്ണുകളുമായി ഇടകലർന്നു സഹായം അഭ്യർത്ഥിക്കുന്ന നിശബ്ദമായ ഒരു യാചന. അത് സ്വന്തം കുട്ടിക്കാലത്തെ ഒരു പരിചിതമായ വേദനയെ ഉള്ളിൽ ഉണർത്തി. ആ വേദന എനിക്ക് തീർച്ചയായിട്ടും അനുഭവിച്ചറിയുവാൻ സാധിച്ചിരുന്നു. പക്ഷേ അന്നത്തെ എൻ്റെ തുച്ഛമായ ശമ്പളം എൻ്റെ കൈകളെ ബന്ധിച്ചിരുന്നത് പോലെ എനിക്ക് തോന്നി. ഒരു രക്ഷകൻ്റെ വേഷം കെട്ടാൻ തക്ക സാമ്പത്തിക സ്ഥിതിയിലായിരുന്നില്ല എൻ്റെ ആ കാലത്തെ ജീവിതം ഒരു കാരണവശാലും. എന്നിട്ടും എനിക്ക് സമാധാനം ലഭിച്ചില്ല. കുട്ടിയുടെ മെലിഞ്ഞ മുഖവും അടികളുടെ പതിവായ ശബ്ദവും സഹായം യാചിക്കുന്ന കണ്ണുകളും എൻ്റെ മനസ്സിൽ ഒരു സ്ഥിരമായി നിഴലായി മാറിക്കൊണ്ടിരുന്നു. ഉള്ളിലെ ധാർമ്മികമായ മനസ്സ് അസ്വസ്ഥമായി കറങ്ങിക്കൊണ്ടിരുന്നു. പ്രവർത്തിക്കുന്നത് വരെ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് വരെ അതെന്നെ അടങ്ങിയിരിക്കാൻ എന്നെ സമ്മതിച്ചില്ല. ഒരു ദിവസം ആ മാനസിക സംഘർഷം താങ്ങാനാവാത്തതായി ഞാൻ ഒരു ചെറിയൊരു പരിശ്രമം നടത്തുവാൻ തീരുമാനിച്ചു. അന്തമില്ലാത്ത നിസ്സഹായതയിൽ നിന്ന് ജനിച്ച ഒരു ദൃഢനിശ്ചയത്തോടെ ആ കുട്ടിക്ക് മേൽ അധികാരം സ്ഥാപിച്ചിരുന്നതായി തോന്നിയ തെരുവിലെ ഒരു കടുപ്പക്കാരനായ ആളുകളുടെ അടുത്തേക്ക് ഞാൻ ചെല്ലുകയുണ്ടായി. 30-നടുത്ത് പ്രായം തോന്നിക്കുന്ന, സൂക്ഷിച്ചു നോക്കുന്ന കണ്ണുകളുള്ള ആ സംഘത്തിൻ്റെ നേതാവെന്ന് തോന്നിയയാൾ എൻ്റെ അടുത്ത് വന്നു നിന്ന് മടിച്ചു നിന്ന് എൻ്റെ ചോദ്യങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. അയാൾ തൻ്റെ പേര് വെളിപ്പെടുത്തി. കുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കേരളത്തിലെ തിരുവനന്തപുരത്തുകാരനാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി. ആശ്ചര്യമെന്ന് പറയട്ടെ, കുമാറിൻ്റെ ശബ്ദത്തിൽ ക്രൂരതയൊട്ടുമുണ്ടായിരുന്നില്ല. കുട്ടിയുടെ ദുരന്ത കഥ അയാൾ എന്നോട് വിവരിക്കുമ്പോൾ മുംബൈയിലെ തെരുവുകളിലെ പൊടി പോലെ സാധാരണമായ ഒരു കഥയാണത്. എന്നിരുന്നാലും ഹൃദയം തകർക്കുന്നതായിരുന്നു എൻ്റെ ജീവിതത്തിൽ ആ കഥ കേട്ടപ്പോൾ. കുട്ടിയുടെ പേര് രാജൻ. കേരളത്തിലെ തൃശ്ശൂരിൽ നിന്നുള്ള ഒരച്ഛനില്ലാത്ത കുട്ടി. ഒരു സമ്പന്ന കുടുംബത്തിലെ ആ ഭവനത്തിലേക്ക് വേലക്കാരനായി അവൻ്റെ അമ്മ അവനെ മുംബൈയിലെത്തിച്ചു. പക്ഷേ ജോലിയുടെയും കാഠിന്യവും ചെറിയ തെറ്റുകൾക്ക് പോലും നേരിടേണ്ടി വന്ന പീഡനങ്ങളും അവൻ്റെ കൊച്ചു മനസ്സിന് അത് താങ്ങാനായില്ല. ഒരു ദിവസം അവൻ ആ ഭവനത്തിൽ നിന്ന് ഓടിപ്പോകുവാൻ തീരുമാനിച്ചു. ആ ഒളിച്ചോട്ടം
അവനെ തെരുവിലെ കൊള്ളക്കാരുടെ കൈകളിലേക്കാണ് എത്തിച്ചത്. രാജൻ പലതവണ ഓരോ സംഘങ്ങളാൽ വിൽക്കപ്പെടുകയും ഒടുവിൽ കുമാറിൻ്റെ കൈകളിലെത്തി. കുമാർ ഒരു കള്ളക്കടത്തുകാരനായിരുന്നു. സമാനമായ ജീവിതാനുഭവങ്ങളിൽ കൂടെയാണ് താനും ഈ അവസ്ഥയിൽ എത്തിയതെന്നും അയാൾ എന്നോട് വിവരിച്ചു പറയുകയുണ്ടായി. എന്നിരുന്നാലും കുമാർ എൻ്റെ സംസാരത്തെ ബഹുമാനിച്ചു. ഒരു വിലയ്ക്ക് രാജനെ വാങ്ങുവാൻ ഞാൻ തീരുമാനിച്ചു. അന്ന് കുമാർ എന്ന് പറയുന്ന ആ മാന്യനായ ആ ചെറുപ്പക്കാരൻ 300 രൂപയാണ് ഒറ്റത്തവണയായി ഈ രാജന് വേണ്ടി വിലയായി ആവശ്യപ്പെട്ടത്. തീർച്ചയായും 300 രൂപ എന്ന് കേട്ടപ്പോൾ അത് എൻ്റെ വയറ്റിലൊരു തണുത്ത ഭയം അരിച്ചെത്തിച്ചു. 300 രൂപ അന്ന് എൻ്റെ 2 മാസത്തെ ശമ്പളമായിരുന്നു. മറ്റുള്ളവർക്ക് നിസ്സാരമെന്ന് തോന്നുന്ന ആ തുക എന്നെ സംബന്ധിച്ചിടത്തോളം മറികടക്കാനാവാത്ത ഒരു പർവ്വതമായിരുന്നു. എന്നിട്ടും രാജൻ്റെ കണ്ണുകൾ ആ കാഴ്ച എൻ്റെ ദൃഢനിശ്ചയത്തിന് ഇന്ധനം നൽകി. ഞാൻ എൻ്റെ അഭിമാനത്തെ മറന്ന് എൻ്റെ മേലധികാരിയെ സമീപിച്ചു. അഡ്വാൻസ് പണത്തിന് വേണ്ടി ഒരു കത്തെഴുതി കൊടുത്തു. ഭാഗ്യവശാൽ 200 രൂപ അന്ന് അനുവദിക്കപ്പെട്ടു. ബാക്കിയുള്ള 100 രൂപയ്ക്കായി ഞാൻ എല്ലാ വഴികളിലൂടെയും സഞ്ചരിച്ചു. ഓരോ പരിചയക്കാരെയും സമീപിച്ചു. എൻ്റെ എല്ലാ അവസാനത്തെയും സമ്പാദ്യം ഉപയോഗിച്ച് നാണയങ്ങളും ചെറിയ നോട്ടുകളും ശേഖരിച്ചു. അത്ഭുതകരമെന്ന് പറയട്ടെ, 2 ദിവസത്തിനകം 300 രൂപ ഞാൻ ഒപ്പിച്ചെടുത്തു. വിറയ്ക്കുന്ന കൈകളോടെയും പ്രതീക്ഷയുടെ താളത്തിൽ മിടിക്കുന്ന ഹൃദയത്തോടെയും എൻ്റെ ആ തുച്ഛമായ സമ്പാദ്യം രാജൻ്റെ സ്വാതന്ത്ര്യത്തിനായി ഞാൻ കുമാറിൻ്റെ കയ്യിൽ കൈമാറി. ആ കുട്ടിയെ അദ്ദേഹം തെരുവിൽ വളർത്തിക്കൊണ്ടിരുന്നതായ ഒരു മരത്തിൻ്റെ കീഴിൽ വളർത്തിക്കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് ഒരു സഞ്ചിയിൽ ഏതൊക്കെയോ പഴയ തുണിയോ എന്തൊക്കെയോ എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. ഞാൻ ആ തെരുവിൽ നിന്ന് വണ്ടിയിൽ കയറ്റി കഠിനമായ വെളിച്ചത്തിൽ നിന്ന് എൻ്റെ സ്വന്തം വാടക വീട്ടിലെ ഒരിടുങ്ങിയ മുറിയിലേക്ക് അവനെ ഞാൻ കൊണ്ടുവന്നു. ഒരു പുതിയ തുടക്കത്തിൻ്റെ വാഗ്ദാനം നൽകുന്ന ഒരൊറ്റമുറി. ആദ്യത്തെ പ്രവൃത്തി സ്നേഹത്തോടെയുള്ള പരിചരണമായിരുന്നു. രാജൻ്റെ സ്നേഹം എങ്ങനെയെങ്കിലും കൈപ്പറ്റണം. ഞാൻ അവരൊരു സംരക്ഷണം നൽകുന്നുള്ളതായ ഒരു ബോധം അവന് കൊടുക്കണമല്ലോ. ഇല്ലെങ്കിൽ അവൻ എൻ്റെ കയ്യിൽ നിന്നും ചാടിപ്പോയാൽ എന്തു ചെയ്യും? രാജൻ്റെ ചെറിയ ശരീരത്തിൽ നിന്ന് അഴുക്കും രക്തവും എല്ലാം ശ്രദ്ധയോടെ ഞാൻ കഴുകി വൃത്തിയാക്കി അവനെ കുളിപ്പിച്ചു. പുതിയ മുറിവുകളും എണ്ണമറ്റ ദുരുപയോഗങ്ങളുടെ കഥ പറയുന്ന പഴയ പാടുകളും ശുശ്രൂഷിച്ചു. കീറിയ വസ്ത്രങ്ങളെല്ലാം മാറ്റി അവന് ഞാൻ വൃത്തിയുള്ളതും പുതിയതും മൃദുലതുമായ വസ്ത്രങ്ങൾ വാങ്ങി അവന് നൽകി. എങ്ങനെ പെരുമാറണമെന്ന് അവനെ ഞാൻ ക്ഷമയോടെ പഠിപ്പിച്ചു. നിയമങ്ങൾ പാലിക്കാൻ മാത്രമല്ല, സുരക്ഷിതത്വവും അന്തസ്സുമുള്ള ഒരു സ്ഥലത്ത് എങ്ങനെ ജീവിക്കാമെന്നും രാജന് ഞാൻ വിവരിക്കാനാവാത്ത ഒരവസ്ഥയിലായിരുന്നു. എങ്കിലും അവനെ ഓരോന്നോരോന്നായി ഞാൻ സ്നേഹത്തോടെ പറഞ്ഞു പഠിപ്പിച്ചു. ശാരീരികമായി തളർച്ചയുടെയും ആഴത്തിലുള്ള മാനസികാഘാതത്തിൻ്റെയും ഒരു മിശ്രിതം എന്നെനിക്ക് തോന്നിപ്പോയി. ഞാനൊരു ദൈവവിശ്വാസിയായിരുന്നു. അതുകൊണ്ട് അവൻ്റെ ആത്മാവിനെ പോഷിപ്പിക്കാൻ എനിക്ക് എന്തെല്ലാം ചെയ്യാമോ അതൊക്കെ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അവനെ ഞാൻ ആരാധിച്ചു കൊണ്ടിരുന്നതായ ആരാധന സ്ഥലത്ത് എന്നോടൊപ്പം കൂട്ടിക്കൊണ്ടുപോവുക പതിവായിരുന്നു. പ്രത്യാശയുടെയും ക്ഷമയുടെയും നിരുപാധികമായ സ്നേഹത്തിൻ്റെയും കഥകൾ ബൈബിളിൽ നിന്ന് ഓരോന്നായി തെരഞ്ഞു വെച്ച് അവനോട് മനസ്സിലാകുന്ന ഭാഷയിലും ആ മനസ്സിലാകുന്ന രീതിയിലും അവന് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. ജന്മനാൽ അവനൊരു ഹിന്ദു ഒരു പൈതലാണ്. ജന്മനാൽ അവനൊരു ക്രിസ്ത്യാനിയല്ല. പക്ഷെങ്കിൽ എൻ്റെ വാക്കുകൾ ഓരോന്നും അവൻ ശ്രദ്ധ വെച്ച് കേൾക്കുന്നതായി എനിക്ക് തോന്നി. ഓരോ ദിവസവും വാടിയ ചെടി എങ്ങനെ ജീവനിലേക്ക് തിരിച്ചു വരുന്നോ അതുപോലെ അവനിലും ഒരു രൂപാന്തരം നടക്കുന്നതായി എനിക്ക് കാണുവാൻ കഴിഞ്ഞു. അവൻ്റെ കണ്ണുകളിൽ നിന്ന് ഭയം മാഞ്ഞു മാറി തുടങ്ങി. പകരം ഒരു പുതിയ ആകാംക്ഷയുടെ തിളക്കം വന്നു. അവൻ്റെ ചലനങ്ങൾ ഭയരഹിതമായി. അവൻ്റെ ചെറിയ ശരീരം നേരെയായി. ഞാൻ നോക്കി നിന്നു. അവൻ്റെ ഹൃദയം സന്തോഷത്താൽ നിറഞ്ഞ് സ്വന്തം കുട്ടിയെപ്പോലെ ആ കുട്ടിയെയും ഞാൻ സ്നേഹിക്കുവാൻ തുടങ്ങി. കുറച്ച് മാസങ്ങൾ കടന്നുപോയി. രാജൻ സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തി. സ്നേഹത്തിൻ്റെയും സ്ഥിരതയുടെയും രോഗശാന്തി നൽകുന്ന ശക്തിക്ക് അതൊരു യഥാർത്ഥ തെളിവായിരുന്നു. നഷ്ടപ്പെട്ട മകനെക്കുറിച്ച് ദുഃഖിച്ചു കൊണ്ടിരിക്കുന്ന അമ്മയെ ഓർത്ത്
ഞാൻ രാജൻ്റെ തൃശ്ശൂരിലുള്ള വീട്ടുവിവരങ്ങൾ ശ്രദ്ധാപൂർവം അവനിൽ നിന്ന് ശേഖരിച്ച് പിന്നീട് അവർക്ക് 100 കണക്കിന് മൈലുകൾ അപ്പുറത്ത് താമസിക്കുന്നതായ ആ മാതാവിന് പ്രത്യാശയുടെ ഒരു സന്ദേശം അയച്ചുകൊണ്ടൊരു കത്തെഴുതി. മകൻ്റെ വിവരങ്ങളും സുരക്ഷയും അവനായിരിക്കുന്ന സ്ഥാനവും ഒക്കെ അറിയിച്ചും കൊണ്ട് വിശദമായി ആ മാതാവിനെ എഴുത്തിൽ കൂടെ അറിയിക്കുകയുണ്ടായി. മറുപടിയോ സന്തോഷത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും പ്രവാഹമായിരുന്നു. നഷ്ടപ്പെട്ട മകനെ തിരികെ ലഭിച്ച ഒരമ്മയുടെ അസംസ്കൃതവും അമിതവുമായ നന്ദി നമുക്കൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അതെത്ര വലുതായിരിക്കും. ഒരമ്മയ്ക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു മകനെ കിട്ടി, അവൻ ഇന്നടുത്ത് ജീവനോടിരിക്കുന്നു, അതും അവനെ സ്നേഹിക്കുന്ന ഒരുവൻ്റെ കയ്യിൽ അവൻ വന്നിരിക്കുന്നു എന്നുള്ളതായ വാർത്ത കേട്ടപ്പോൾ ആ അമ്മയിൽ നിന്ന് ധാരധാരയായി കണ്ണുനീരുകൾ ഒഴുകുവാൻ തുടങ്ങിയതുപോലെ മറുപടിയിൽ എനിക്ക് തോന്നിപ്പോയി. ആ കത്തിൽ അടങ്ങിയിരുന്ന തികഞ്ഞ ശുദ്ധമായ വികാരം. അവസാനത്തെ മധുരമായ വിടവാങ്ങലിൻ്റെ സമയം വന്നു. ഞാൻ പുറത്തു നിന്നുള്ള സഹായം ഒന്നും തന്നെ ഇല്ലാതെ രാജന് ആവശ്യമായിട്ടുള്ളതെല്ലാം വാങ്ങി, പുതിയ വസ്ത്രങ്ങൾ, അവശ്യ സാധനങ്ങൾ, ഒരു പുത്തൻ സൂട്ട് കേസ്, ഒരു പുതിയ തുടക്കത്തിൻ്റെ പ്രതീകങ്ങൾ, അവനെ ഞാനൊരു ട്രെയിൻ ടിക്കറ്റ് എടുത്ത് തൃശ്ശൂരിലേക്കുള്ള യാത്ര. എന്നോടൊപ്പം യാത്ര സ്നേഹത്തിൻ്റെ അവസാന തീർത്ഥാടനമായിരുന്നു. തകർന്ന ഒരു തെരുവുകുട്ടിയായിരുന്ന രാജനെ ഇപ്പോൾ രൂപാന്തരപ്പെട്ടവനായി ഞാൻ അവനെ എൻ്റെ സ്വന്തം കൈകളാൽ അവൻ്റെ പെറ്റമ്മയുടെ കാത്തിരിക്കുന്ന വിറയ്ക്കുന്ന കൈകളിലേക്ക് തിരിച്ചേൽപ്പിച്ചു. ആ പുനഃസമാഗമം നിശബ്ദമായിരുന്നെങ്കിലും അതിൻ്റെ ആഴത്തിലുള്ള വികാരത്തിലെല്ലാം വിളിച്ചു പറഞ്ഞു. രാജൻ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവൻ ഏകദേശം 52-നും 54-നും ഇടയിൽ പ്രായമുണ്ടാകും. കോശി കുളങ്ങര ഇപ്പോൾ എനിക്ക് 72 വയസ്സുണ്ട്. അവനെക്കുറിച്ച് പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. ഞാൻ അവനെ തേടി പോകാത്ത സ്ഥലമില്ല, ചോദിക്കാത്ത ആൾക്കാരില്ല, അന്വേഷിക്കാത്ത വ്യക്തികളില്ല. പക്ഷെങ്കിൽ എൻ്റെ ശ്രമങ്ങളൊക്കെയും വർഷങ്ങൾക്കപ്പുറമുള്ള ഒരു സംഭവമായിരുന്നതിനാൽ വിജയിച്ചില്ല. എല്ലാ ദിവസവും രാജൻ ഇപ്പോൾ എന്തായി കാണും, എന്തായി മാറിയിട്ടുണ്ടാകുമെന്നൊക്കെ കാണാനും അറിയാനും ഒക്കെ എനിക്ക് വളരെ ആഗ്രഹമുണ്ടായി. എന്നിട്ടും ദൂരവും വർഷങ്ങളും കടന്നുപോയിട്ടും എൻ്റെ പ്രതീക്ഷ അചഞ്ചലമായി നിലനിൽക്കുകയാണ്. രാജൻ നല്ലൊരു മകനും ഭാര്യയ്ക്ക് നല്ല ഭർത്താവും മക്കൾക്ക് നല്ലൊരു പിതാവും സമൂഹത്തിൽ മാന്യനായ ഒരു വ്യക്തിയുമാകണമെന്ന് ഞാൻ വളരെ ആശംസിക്കുന്നു. അതങ്ങനെ ആയിരിക്കുമെന്ന് എനിക്കറിയാം. ഇല്ലായിരുന്നെങ്കിൽ അവൻ കള്ളന്മാരുടെ കയ്യിൽപ്പെട്ട് എന്നേ ഈ ലോകത്തോട് യാത്ര പറയുമായിരുന്നു. ഇല്ലായെങ്കിൽ ഈ ലോകത്തിന് മുഴുവനും ഒരു ഭാരമായ അല്ലെങ്കിൽ ഒരു ശാപമായ വ്യക്തിയായി മാറുമായിരുന്നു. അവനെ ദൈവം എത്ര സ്നേഹിച്ചതിനാലാണ് അവനെ എൻ്റെ ദൃഷ്ടിയിൽ കൊണ്ടുവന്ന് രക്ഷിക്കുവാൻ ദൈവം എന്നോട് ആവശ്യപ്പെട്ടതെന്ന് എനിക്കിപ്പോൾ തോന്നുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ചില വ്യക്തികളെ ദൈവം കൊണ്ടുവരുമ്പോൾ, സഹായം അഭ്യർത്ഥിക്കുന്ന ചില വ്യക്തികളെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കരുത് എതിർച്ചയാ വന്നുപെടുന്നവരാണെന്ന്. തീർച്ചയായിട്ടും ചിലരൊക്കെ നമ്മുടെ മുൻപിൽ കടന്നു വരുന്നത്, നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നത് ചില നിയോഗങ്ങളാലാണ്. ഈ കഥ ഒരു ഭാവനാ സൃഷ്ടിയല്ലെന്ന് ഞാൻ ഊന്നി പറയട്ടെ. ഇതെൻ്റെ സ്വന്തം അനുഭവമാണ്, എൻ്റെ സ്വന്തം സാക്ഷ്യമാണ്. ഇതൊരു യഥാർത്ഥ കഥയാണ്. സുവിശേഷ വേലയിലും ശുശ്രൂഷയിലും ഞാൻ പ്രവർത്തിക്കുന്നതായ ഈ സമയത്ത് എൻ്റെ ചുറ്റും ലക്ഷക്കണക്കിന് തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട കുട്ടികളും അച്ഛനില്ലാത്തവരും അമ്മയില്ലാത്തവരും ആർക്കും വേണ്ടാത്തവരും ധാരാളമുണ്ട്. വീണ്ടും പറയുന്നു, അവരെയൊക്കെ രക്ഷിക്കുക എന്നത് ഒരു എളുപ്പമായ കാര്യമല്ല. സമർപ്പിതമായ ഒരാൾക്ക്, അർപ്പണബോധമുള്ള ഒരു മനുഷ്യന്, ക്രിസ്തുവിൽ കൂടെ രക്ഷയെ സ്വതന്ത്രമാക്കിയ ഒരു മനുഷ്യന്, ആർക്കും വേണ്ടാത്ത ജീവിതങ്ങളെ താങ്ങിയെടുക്കുന്ന പിടിച്ചെടുക്കുന്നതായ ഒരു നല്ല ശമരിയക്കാരൻ്റെ ആ കഥ വായിച്ച് ഹൃദയത്തിൻ്റെ അന്തരംഗങ്ങളിൽ അതിൻ്റെ യാഥാർത്ഥ്യ ബോധം മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് മാത്രമേ അങ്ങനെയുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുവാൻ കഴിയുകയുള്ളൂ. നമുക്ക് ധാരാളം പ്രസംഗിക്കാൻ കഴിയും, നമുക്ക് ധാരാളം സംസാരിക്കാൻ കഴിയും, നമുക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും, നമുക്ക് ധാരാളം കാര്യം അഭിനയിക്കുവാൻ കഴിയും. പക്ഷെങ്കിൽ നമ്മുടെ ഒരു ഞുള്ളു ചോറ്, ഒരു നയാ പൈസ നമ്മുടെ അധ്വാനത്തിൽ നിന്ന്, നമ്മുടെ ഒരു നേരത്തെ ചിന്ത വേണ്ട, ഒരർപ്പണബോധം വേണ്ട, അതും വേണ്ട, ഒരു ശ്രദ്ധയോടുകൂടി കണ്ണുനീരോടുകൂടിയ ഒരു പ്രാർത്ഥന, ഇങ്ങനെയുള്ള അനാഥർക്ക് വേണ്ടി, ആർക്കും വേണ്ടാത്ത ജീവിതങ്ങൾക്ക് വേണ്ടി ഒരു ദിവസമെങ്കിലും ഒരു വാക്കുകൊണ്ടെങ്കിലും നാം അർപ്പിക്കുമെങ്കിൽ അത് ചില ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയും. നാം അറിയാത്ത ചില ഉദ്ദേശങ്ങൾ അവരെക്കുറിച്ച് ദൈവത്തിന് കാണും. നാം അതിനൊക്കെ ഒരു പുണ്യമായ എന്തോ പേര് സമ്പാദിക്കലല്ല,
ദൈവം ചില വഴിത്തിരിവുകളായി ഉപയോഗിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില ടൂൾസ് മാത്രമേ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നാം ആകുന്നുള്ളൂ. ബഹുമാനവും എല്ലാ പുരസ്കാരങ്ങളും എല്ലാ സമ്മാനങ്ങളും ദൈവം നമുക്ക് വേണ്ടിയല്ല വച്ചിരിക്കുന്നത്, ആർക്കുമില്ലാത്തവർക്ക് വേണ്ടിയാണ്. ആരെ ഞാൻ ഉപയോഗിക്കാം, ആർ എനിക്ക് വേണ്ടി പോകും എന്ന് സ്വർഗം ഇന്നും പലരോടും ചോദിക്കുകയാണ്. നമുക്ക് വേണ്ടി പോകാൻ, നമുക്ക് വേണ്ടി ചെയ്യുവാൻ, നമുക്ക് വേണ്ടി സംസാരിക്കുവാൻ നമ്മുടെ കർത്താവ് ഉള്ളതിനാലാണ് ഈ സമാധാനവും സന്തോഷവും നമ്മൾ അനുഭവിക്കുന്നത്. നാം സന്തോഷിക്കുന്നതായ ഈ സന്തോഷവും സമാധാനവും അനുഭവങ്ങളൊന്നും ജീവിതത്തിൽ പേര് പോലും പറയുവാൻ അർഹതയില്ലാത്ത ജീവിതങ്ങൾ ധാരാളമുണ്ട്. നമ്മുടെ കണ്ണുകൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടി തുറക്കപ്പെട്ടതായി. ഒരു വാക്ക് സാമ്പത്തികമായി നമുക്ക് സഹായിക്കുവാനും ശാരീരികമായി നമുക്ക് ബലപ്പെടുത്തുവാനും നമ്മളെ കൊണ്ടാവതില്ലെങ്കിലും നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തരംഗങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അനാഥർക്കും വിധവമാർക്കും വേണ്ടി ഒരു വാക്ക് പറഞ്ഞ് ഒരു തുള്ളി കണ്ണുനീർ പൊഴിക്കുന്നതായ ദേഹികളെ സ്വർഗം മാനിക്കും. സ്വർഗം അവരോട് കൂടെ ഉണ്ട്. അവർ തൊടുന്നതെല്ലാം പൊന്നാക്കി കൊടുക്കുവാൻ ദൈവത്തിൻ്റെ വാഗ്ദത്തം നമ്മോട് കൂടെ ഉണ്ട്. ഗോഡ് ബ്ലെസ് യു.